അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള അവിടെ ഒരു അടിത്തറ ഇല്ലെങ്കിൽ പോലും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ പരമാവധി സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ NDA പങ്കുവയ്ക്കുന്നത്. നമുക്ക് 2016-ലെയും 2021-ലെയും BJP NDA സ്ഥാനാർത്ഥികൾ നേടിയ ആ വോട്ടിന്റെ കണക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ 2016-ലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് ഗിരീഷ് മെക്കാട്ടായിരുന്നു. അത് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അന്ന് ഗിരീഷ് മെക്കാട്ട് നേടിയത് 12,284 വോട്ട്, അതായത് വോട്ട് പിടിച്ചു. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 7.56% അദ്ദേഹം നേടിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ 2021-ലേക്ക് വന്നു കഴിഞ്ഞാൽ 2021-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ TK അശോക് കുമാറിനെയാണ് NDA ഫീൽഡ് ജയിക്കുന്നത്. അതായത് BJP സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു. 8,595 വോട്ടായി അത് കുറയുന്ന ഒരു സാഹചര്യം, അതായത് 4.96% വോട്ട് കുറയുന്നു. ഇനി മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 2 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതായത് ബൈ ഇലക്ഷനും വയനാട് നടന്നിരുന്നു. ആ വയനാട് മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പോൾ ആ 2 തിരഞ്ഞെടുപ്പുകളിലും അതേസമയം BJPക്ക് നല്ല വോട്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ പിടിക്കാനായി എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഗിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, അവസാനമായി BJPയുടെ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരാളെ അവിടേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നാണ് BJP അവകാശപ്പെടുന്നത്, NDA ക്യാമ്പ് അവകാശപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി NDA ക്യാമ്പിന്റെ നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്പം ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഒക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ തീരുമാനമെടുത്ത് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന റീഡിംഗ് ആണ് BJP NDA ക്യാമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ BJP ചിന്തിച്ചിരുന്നു അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈഴ വിഭാഗത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ചിരുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, LDF സ്ഥാനാർത്ഥി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഈ ഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് വരുന്നതാണ് കൂടുതൽ നല്ലത് എന്ന ചിന്ത BJPയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ BJP അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ഒരു നീക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. അങ്ങനെ ഒരു മലയോര മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ കുടിയേറ്റ മേഖലയിൽ നിന്നൊരാൾ ആ രീതിയിൽ ഒരാൾ വന്നാൽ കൂടുതൽ ഗുണകരമാകുമെന്നാണ് BJPയുടെ ചിന്ത. BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വോട്ട് ബാങ്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടുന്ന ആ വോട്ടുണ്ട്, അതോടൊപ്പം പ്ലസ് ക്രിസ്ത്യൻ വോട്ടുകൾ, ഇതാണ് പ്രധാനമായും BJP ലക്ഷ്യം ഇടുന്നത്. മാത്രമല്ല PV അൻവർ നേരത്തെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നത് VS ജോയ്, അത് VS ജോയുടെ പേര് പറയാൻ കാരണം ഒരു ക്രിസ്ത്യൻ മേഖലയിൽ വരണം എന്നതാണ്. BJP NDA ലക്ഷ്യമിടുന്നത് ആ ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. നേരത്തെ എന്താണോ PV അൻവർ പറഞ്ഞ സാഹചര്യങ്ങൾ അതൊക്കെ തന്നെ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് NDAയുടെയും തീരുമാനം.